Hello students, welcome to GST part 13. Our next topic is input tax credit. Cascading effect of tax. Cascading effect simply means tax on tax. Cascading effect of tax refers to a system that imposes taxes on products at each successive stages in the supply chain from raw material to final consumption. Each buyer in the supply chain pays tax based on its cost, including tax paid in the previous stage. കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രീവിയസ് സ്റ്റേജിൽ അടച്ച ടാക്സിൻ്റെ മേൽ വീണ്ടും ടാക്സ് ഈടാക്കപ്പെടുന്നതിനെയാണ് ടാക്സ് ഓൺ ടാക്സ് അഥവാ കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫൈനൽ പ്രൊഡക്റ്റ് ആകുന്നതിന് മുമ്പ് റോ മെറ്റീരിയൽ പല സ്റ്റേജസ് കടന്നാണ് വരുന്നത്. ഓരോ സ്റ്റേജിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ടാക്സുകൾ ഈടാക്കുന്നു. GST മുമ്പ് മാനുഫാക്ചറിങ്ങിൻ്റെ സമയത്ത് എക്സൈസ് ഡ്യൂട്ടി ഈടാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സെയിൽസിൻ്റെ സ്റ്റേജുകളിൽ വാല്യൂ ആഡഡ് ടാക്സ് ഈടാക്കുന്നുണ്ടായിരുന്നു. എക്സൈസ് ഡ്യൂട്ടി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ആണ്. എക്സൈസ് ഡ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെട്ട് വരുന്നു. വാല്യൂ ആഡഡ് ടാക്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ടാക്സ് ആയിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്തിയ എക്സൈസ് ഡ്യൂട്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് നടത്തുന്ന വാല്യൂ ആഡഡ് ടാക്സിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. വാല്യൂ ആഡഡ് ടാക്സ് ഈടാക്കുന്നത് എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള എമൗണ്ടിൻ്റെ മേലാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്ത ടാക്സുകൾ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യപ്പെടുകയും നെക്സ്റ്റ് സ്റ്റേജിൽ ഈ ടാക്സ് ഉൾപ്പെടെയുള്ള എമൗണ്ടിൻ്റെ മേലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. In India, taxes were multi-layered as central government levies like excise duty, service tax, central sale tax, and state government levies like VAT or sale tax, entry tax, octroi, etc. So the cascading effect in tax was more. ഇന്ത്യയിൽ മൾട്ടി ലെയേർഡ് ടാക്സുകളാണ് ഉണ്ടായിരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, സെൻട്രൽ സെയിൽ ടാക്സ്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവി ചെയ്യുന്ന ടാക്സുകൾ, വാല്യൂ ആഡഡ് ടാക്സ്, എൻട്രി ടാക്സ്, ഒക്ട്രോയി, ഇങ്ങനെയുള്ള ടാക്സുകൾ പല ടാക്സുകൾ പല ഗവൺമെൻറ്റുകൾ ഈടാക്കുന്നത് കൊണ്ട് ഇന്ത്യയിൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST, ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. GST ഇംപ്ലിമെൻറ്റ് ചെയ്തതോടുകൂടി ഇൻഡയറക്റ്റ് ടാക്സിലെ കാസ്കേഡിംഗ് ഇഫക്റ്റ്
വലിയൊരു ശതമാനം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം മൾട്ടി ടാക്സ് സിസ്റ്റം ഒഴിവായി എന്നുള്ളതാണ് ഇവിടെ കാസ്കേഡിംഗ് ഇഫക്റ്റ് കുറയാനുള്ള മെയിൻ കാരണം. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജ് ഓഫ് കാസ്കേഡിംഗ് ഇഫക്റ്റ്. ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ദോഷങ്ങളെന്ന് നോക്കാം. കാസ്കേഡിംഗ് ഇഫക്റ്റ് ഇൻക്രീസസ് ദ പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ടാക്സ്. കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് ടാക്സിൻ്റെ മേൽ വീണ്ടും ടാക്സ് ചാർജ് ചെയ്യുകയും അത് പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂടുകയും ചെയ്യുന്നതിന് കാരണമാകുന്നു. ബിക്കോസ് ഓഫ് ഹൈ പ്രൈസ്, ഇന്ത്യൻ പ്രൊഡക്റ്റ് ബിക്കം ലെസ് കോമ്പറ്റീറ്റീവ് ഇൻ ദ ഇന്റർനാഷണൽ മാർക്കറ്റ്. ഇറ്റ് റെഡ്യൂസസ് എക്സ്പോർട്ട്സ്. പ്രൊഡക്റ്റുകളുടെ ഹൈ പ്രൈസ് കാരണം ഇന്ത്യൻ പ്രൊഡക്റ്റ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ലെസ് കോമ്പറ്റീറ്റീവ് ആകുന്നു. പ്രൈസ് കൂടിയാൽ അല്ലെങ്കിൽ പ്രൈസ് കൂടിയ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് ആൾക്കാർ റെഡി ആവാനുള്ള സാധ്യത കുറവാണ്. എല്ലായ്പ്പോഴും കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഇത് എക്സ്പോർട്ട് കുറയുന്നതിനും കാരണമാകുന്നു. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡിമാൻഡ് കുറയുമ്പോൾ എക്സ്പോർട്ട് കുറയുന്നതിന് കാരണമാകുന്നു. അസസി മേ ട്രൈ ടു എസ്കേപ്പ് ഫ്രം ടാക്സ് ലയബിലിറ്റീസ്. കാസ്കേഡിംഗ് ഇഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പ്രീവിയസ് സ്റ്റേജിൽ കൊടുത്ത എല്ലാ ടാക്സിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അസസിയെ സംബന്ധിച്ച് എല്ലാ ടാക്സിലും രജിസ്ട്രേഷൻ എടുക്കുന്നതും എല്ലാ ടാക്സും ഫോളോ ചെയ്യുന്നതും വളരെ ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ അവർക്കതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അസസി ടാക്സ് ലയബിലിറ്റീസിൽ നിന്നും എസ്കേപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ പ്രോപ്പറായ ഒരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അസസീസ് രജിസ്ട്രേഷൻ എടുക്കാനും ടാക്സ് രജിസ്ട്രേഷൻ എടുക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യാനും റെഡിയാവും. അസസി ആർ ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കംപ്ലൈ വിത്ത് വേരിയസ് ലോസ്. ഡിഫറെൻ്റ് ലോസ് ഉണ്ടെങ്കിൽ അസസിയെ സംബന്ധിച്ച് ഇതെല്ലാം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ ടാക്സിലും രജിസ്ട്രേഷൻ എടുക്കണം, എല്ലാ ടാക്സ് ലോസും പഠിക്കണം, എല്ലാ ടാക്സിലും റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത് അസസിയെ സംബന്ധിച്ച് വളരെ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ അസസി എല്ലാ ടാക്സും രജിസ്ട്രേഷൻ എടുക്കുകയും എല്ലാ ടാക്സും പേയ്മെൻറ്റ് നടത്തുകയും ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എക്സ്ട്രാ ടാക്സ് ബർഡൻ വുഡ് ബി പാസ്ഡ് ഓൺ ടു ദ ഫൈനൽ കൺസ്യൂമർ. ഈ ടാക്സ് ഓൺ ടാക്സ് വഴിയായിട്ട് ടാക്സ് എമൗണ്ട് കൂടുന്നു. ഈ ടാക്സ് എമൗണ്ട് ഫൈനൽ കൺസ്യൂമറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം ബർഡൻ അനുഭവിക്കേണ്ടി വരുന്നത് ഫൈനൽ കൺസ്യൂമറാണ്. The exact tax element for a product could not be found out. പല ടാക്സ് ഉള്ളതുകൊണ്ടും പല സ്റ്റേജിൽ പല ടാക്സുകൾ ഈടാക്കുന്നത് കൊണ്ടൊക്കെ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ മേലുള്ള ശരിയായ ടാക്സ് എമൗണ്ട് എത്രയാണെന്നുള്ളത് ഫൈനൽ കൺസ്യൂമറിന് അറിയാൻ സാധിക്കുന്നില്ല. ടാക്സ് അടയ്ക്കുന്ന കൺസ്യൂമറിന് അയാൾ എത്രയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ മേൽ ടാക്സ് അടയ്ക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മീൻസ് claiming the credit of GST paid on purchase of goods and services which are used in the course or furtherance of business. ഗുഡ്സോ സർവീസോ ബിസിനസ് പർപ്പസിന് വേണ്ടി പർച്ചേസ് ചെയ്താൽ അപ്പോൾ കൊടുക്കുന്ന
ടാക്സിന് ക്രെഡിറ്റ് എടുക്കുന്നതിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. Input tax credit is the tax that a business pays on purchase, and it can be used to reduce its tax liability when it make a sale. പർച്ചേസ് ചെയ്യുമ്പോൾ ബിസിനസ് പേയ്മെൻറ്റ് നടത്തിയ ടാക്സ് എപ്പോഴാണോ സെയിൽ നടത്തുന്നത് ആ സമയത്ത് ആ ടാക്സ് ലൈബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. Every registered person shall be entitled to take credit of input tax paid on inward supply of goods or services or both, which are used or intended to be used in the course or furtherance of his business. GSTയിൽ രജിസ്ട്രേഷൻ എടുക്കപ്പെട്ട എല്ലാ ടാക്സബിൾ പേഴ്സണും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ബിസിനസ് പർപ്പസിന് വേണ്ടി വാങ്ങുകയാണെങ്കിൽ ആ കേസുകളിലാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. Every registered person shall be entitled to take credit of input tax paid on inward supply of goods or services or both, which are used or intended to be used in the course or furtherance of his business. സെക്ഷൻ 16 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രജിസ്റ്റേർഡ് പേഴ്സണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. ബിസിനസ് പർപ്പസിന് വേണ്ടി മേടിക്കുന്ന ഗുഡ്സിനോ സർവീസിനോ പേ ചെയ്ത ടാക്സിനാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. GST payable is calculated by deducting input tax from output tax. ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ടാക്സ് പെയ്ഡ് ഓൺ പർച്ചേസസ് ആണ്. അതുപോലെ ഔട്ട്പുട്ട് ടാക്സ് കളക്റ്റഡ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ബിസിനസ് അല്ലെങ്കിൽ ഒരു ടാക്സബിൾ പേഴ്സൺ ബിസിനസ് പർപ്പസിന് വേണ്ടി എന്തെങ്കിലും ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇൻപുട്ട് ടാക്സ്. ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ടാക്സബിൾ പേഴ്സൺ ഗുഡ്സോ സർവീസോ സെയിൽ നടത്തുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഔട്ട്പുട്ട് ടാക്സ്. ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ലെസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ് GST പേയബിൾ. ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കളക്ട് ചെയ്ത ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് പേ ചെയ്ത ഇൻപുട്ട് ടാക്സ് കുറച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് ടാക്സ് ആയിട്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടത്. ഇങ്ങനെ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കുറവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കണ്ടീഷൻ ഫോർ ക്ലെയിമിംഗ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്.
He must be a registered person under GST. GSTയിൽ രജിസ്ട്രേഷനുള്ള ആൾക്ക് മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് അർഹതയുള്ളൂ. Goods and services which are used for business purpose can only claim input tax credit. ബിസിനസ് പർപ്പസിന് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ഗുഡ്സിനും സർവീസിനും മാത്രമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. ITC can be claimed on taxable and zero rated supplies. ടാക്സബിൾ സെയിൽ നടത്തുന്നതിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനും അതുപോലെ എക്സ്പോർട്ട് സീറോ റേറ്റഡ് ആണ്. എക്സ്പോർട്ട് സെയിൽ നടത്താനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനും സർവീസിനുമൊക്കെയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം നോൺ ടാക്സബിൾ സപ്ലൈ നടത്തുന്നതിന് വേണ്ടി പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സിനും സർവീസിനുമൊന്നും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, പ്രോസസ്സിങ്ങിന് ശേഷം ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വിൽക്കുമ്പോൾ ആ ഫൈനൽ പ്രൊഡക്റ്റ് നോൺ ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. എന്നാൽ ഫൈനൽ പ്രൊഡക്റ്റും ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. ടാക്സബിൾ ഗുഡ്സ് ആണ്, എന്നാൽ എക്സ്പോർട്ടിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈ ആണ്, എന്നിരുന്നാലും നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. If the constitution of registered taxable person changes due to sale, merger or transfer of business, then unused input tax credit shall be transferred to the sold, merged or transferred entity. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന് വിൽക്കുകയോ അല്ലെങ്കിൽ മെർജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ചെയ്യപ്പെടുന്ന ഡേറ്റിന് മുമ്പ് അൺക്ലെയിംഡ് ആയിട്ട് ഉള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ചിന് ശേഷം പുതിയ പേരിൽ ഉള്ള അല്ലെങ്കിൽ പുതിയ സ്ട്രക്ചറിലുള്ള എൻറ്റിറ്റിക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. He can credit input tax credit in his electronic credit ledger on the common portal in a provisional manner. അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും ടാക്സബിൾ പേഴ്സന്റെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കാണാൻ സാധിക്കുന്നതാണ്. To claim ITC, a taxable person required to keep supporting documents like tax invoice, supplementary invoice, debit note, etc. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് ഒരു ടാക്സബിൾ പേഴ്സൺ ടാക്സ് ഇൻവോയ്സ്,
സപ്ലിമെൻ്ററി ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട് ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് കീപ്പ് ചെയ്യേണ്ടതാണ്. പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. ടു ക്ലെയിം ITC, he should actually received goods or services. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് ടാക്സബിൾ പേഴ്സൺ റിയൽ ആയിട്ട് പർച്ചേസ് ചെയ്തിരിക്കണം. ചിലപ്പോൾ ബില്ല് ചെയ്ത് കാണും, പക്ഷേ ആ ട്രാൻസാക്ഷൻ നടന്ന് കാണാതിരിക്കാം. ബില്ല് ചെയ്തിട്ടും ആ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സപ്ലൈ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, അങ്ങനെയുള്ള ട്രാൻസാക്ഷന് മേൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പാടില്ല. ഇൻ കേസ് അങ്ങനെ എടുത്തു പോയെങ്കിൽ ആ ടാക്സ് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ടതാണ്. ടു ക്ലെയിം ITC, input tax must be paid through electronic cash ledger or electronic credit ledger. ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുന്നതിന് ഇൻപുട്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലോ ഉണ്ടായിരിക്കണം. To claim ITC, he should file all applicable GST returns. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നതിന് ആ ടാക്സബിൾ പേഴ്സണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ GST റിട്ടേൺസും ഫയൽ ചെയ്തിരിക്കണം. ഇഫ് ദ ഗുഡ്സ് ആർ റിസീവ്ഡ് ഇൻ ലോഡ്സ്, he can claim input tax credit only after the receipt of ഫൈനൽ ലോട്ട്. ഗുഡ്സ് പല തവണയായിട്ട് റിസീവ് ചെയ്യുന്ന കേസുകളിൽ കണ്ടിന്യൂസ് സപ്ലൈ ഒക്കെ പോലെ ഫൈനൽ ലോട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ITC cannot be claimed in the following cases. ഏതൊക്കെ കേസിലാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റാത്തത്? ITC cannot be claimed for goods or services which are used for personal purposes. ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്തത് ഉപയോഗിച്ചത് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ആണെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിനും സർവീസിനുമൊക്കെ കൊടുത്ത ടാക്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. If you have paid tax under GST composition scheme, കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ഡീലറിൽ നിന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ GSTയിൽ ടാക്സ് കൊടുത്തതായിട്ട് കൺസിഡർ ചെയ്യില്ല. കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് അല്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത ഡീലറിൽ നിന്ന് ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്താൽ ആ പർച്ചേസിന് മേൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. Such goods or services which have been used by employees for their personal consumption. ബിസിനസ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സിനും സർവീസിനുമൊന്നും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. ടാക്സബിൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റീസെയിൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഗുഡ്സിനും സർവീസിനും മാത്രമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. If you have acquired goods and services under a contract which result in contraction of immovable property other than plant and machinery, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ട്
ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ജനറേറ്റ് ചെയ്യുകയാണ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്ലാന്റ് അല്ലെങ്കിൽ മെഷീനറി അതുമായിട്ട് ബന്ധപ്പെട്ട പർച്ചേസുകൾക്ക് മാത്രമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉള്ള കോൺട്രാക്റ്റ്, അതിനുവേണ്ടി വാങ്ങിയ ഗുഡ്സും സർവീസിനുമൊക്കെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. മറ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആണ് അവിടെ വന്നിരിക്കുന്നതെങ്കിൽ, അതായത് ബിൽഡിങ്, അതുപോലെ തന്നെ മറ്റ് ഫിക്സഡ് അസറ്റുകൾ, നിർമ്മിക്കുന്നതിനാവശ്യമായ ഗുഡ്സോ സർവീസോ ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റില്ല. If goods and services have been used to build immovable property other than plant and machinery and such property is not transferred. ഒരു ബിസിനസ് സ്ഥാപനം പ്ലാന്റ് ആൻഡ് മെഷീനറി ബിൽഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്ത ഇൻപുട്ട് ടാക്സിന് ക്രെഡിറ്റ് എടുക്കാനായിട്ട് പറ്റും. എന്നാൽ മറ്റ് അസറ്റ്, ബിൽഡിങ് പോലെയുള്ള മറ്റ് അസറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഗുഡ്സോ സർവീസുകളോ പർച്ചേസ് ചെയ്താൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇഫ് ഡിപ്രീസിയേഷൻ ഹാസ് ബീൻ ക്ലെയിംഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് then they are not eligible for input tax credit. ബിസിനസ് സ്ഥാപനത്തിൽ മേടിക്കുന്ന ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ ഗുഡ്സ്, അതിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തതാണെങ്കിൽ, ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത് ഇൻകം ടാക്സ് വഴിയാണ്. ഇൻകം ടാക്സ് റിട്ടേൺസിൽ ആ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തതാണെങ്കിൽ അതിന് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. Input tax credit on capital goods where depreciation is claimed. Where the registered person has claimed depreciation on the tax component of the cost of capital goods under Income Tax Act 1961, the input tax credit shall not be allowed on the said tax component. ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ബിസിനസ് പർപ്പസിന് വേണ്ടി ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം അതിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത ഇൻപുട്ട് ടാക്സ് ഉൾപ്പെടെയുള്ള എമൗണ്ടിൻ്റെ മേലാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്ത എമൗണ്ടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ടാക്സിന് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല.